പെൺകുട്ടികൾക്ക് പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര തളർച്ചയും പ്രശ്നങ്ങളും പിന്നെ അയ്യോ പത്തോ വിളികളും പിന്നെ കൂടെയുള്ളവർ തിരുമ്മി കൊടുക്കലും ഒക്കെയാണ്. അപ്പം ഞാനിങ്ങനെ കാണുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, ഒരു പീരിയഡ്സിന്റെ വേദന സഹിക്കാൻ കഴിയാത്ത കുട്ടികൾ എങ്ങനെ ഒരു പ്രസവ വേദന സഹിക്കുന്നത്. അത് നിസ്സാര കാര്യമല്ലല്ലോ. നമ്മുടെ ജീവൻ കൊടുത്തൊരു ജീവനെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഒരു മൂക്കിപ്പനി വന്നു കഴിഞ്ഞാൽ ഷൂട്ടിങ് മുടക്കാൻ പറ്റുമോ, അല്ലെ ഷൂട്ട് അങ്ങനെയൊക്കെ. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സീമ ചേച്ചിയെ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമാണ്. അവരുടെ അഭിനയം ഇഷ്ടമാണ്. അവരുടെ ആ കലാലയത്തോട് തന്നെ എനിക്കൊരു ബഹുമാനമുണ്ട്. നല്ലൊരു വ്യക്തിക്ക് ഉടമയും തന്നെയാണ്. പക്ഷേ ചേച്ചി ഇപ്പോൾ ആ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? എല്ലാ സ്ത്രീകളും ഒരേപോലെ തന്നെയാണോ? എല്ലാവരുടെയും ശരീരഘടനകൾ ഒരേപോലെയാണോ? ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് ലേഡീസിന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പുരുഷന്മാർക്കും അറിയാം തൻ്റെ വൈഫിൻ്റെ ഓരോ മാനസിക അവസ്ഥകൾ. പീരീഡ്സിൻ്റെ സമയത്ത് പല ആളുകൾക്കും ചിലപ്പോൾ വയറുവേദന ഉണ്ടാവും, നടുവേദന ഉണ്ടാവും, ഛർദി ഉണ്ടാവാം, പനി പോലെ വരും, മാറിടം കുത്തി വീങ്ങും, തലവേദന ഉണ്ടാവും, ശക്തമായ വയറുവേദന ഉണ്ടാവും, കാലുകളൊക്കെ കടഞ്ഞു പോകുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് അല്ലേ? പക്ഷേ എല്ലാ ലേഡീസും ഇതൊക്കെ വരണമെന്നില്ല. വേദനകളൊന്നുമില്ല, പീരീഡ് സമയത്ത് അറിയുക പോലുമില്ലാത്ത ആളുകളുമുണ്ട്. അത് ഓരോരുത്തരുടെ ശരീരഘടന അനുസരിച്ചിരിക്കും. അപ്പോൾ എന്താണ് ഞാൻ പറയുന്നത്, എനിക്കൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പീരീഡ്സിൻ്റെ ഒരു 2 ആഴ്ച മുമ്പേ തുടങ്ങും എൻ്റെ കാലുകൾ രണ്ടും കടച്ചിലും നടുവിന് വേദന. അപ്പോഴേ നമുക്ക് ഊഹിക്കാം ഇത് പീരീഡ്സിൻ്റെ തുടക്കമാണ് എന്നുള്ളത്. ആ സ്ഥാനത്തൊരു പനിയോ ഛർദിയോ മറ്റുള്ള വേദനകളോ ഒന്നും ഉണ്ടാവും. ചിലർക്ക് ഈ സമയത്ത് ഭയങ്കര ഇറിറ്റേഷനായിരിക്കും, ഭയങ്കര ദേഷ്യമായിരിക്കും. തൊട്ടതിനും പിടിച്ചതിനും മക്കളോട് ഹസ്ബൻഡിനോടും ഒക്കെ ദേഷ്യമായിരിക്കും. പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് പഠിക്കുന്ന കാര്യത്തിനോട് താല്പര്യം ഉണ്ടാവില്ല, മാനസികമായിട്ട് ഭയങ്കര ടെൻഷൻ അനുഭവിക്കുന്നുണ്ടാവും. എന്താ പറയുക, അതേക്കുറിച്ച് എനിക്ക് വിശദീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. ഇതേപോലെയുള്ള അനുഭവങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. എനിക്ക് മെയിനായിട്ട് വരുന്നത് കാലുകടച്ചിൽ മാത്രമാണ്. അപ്പോൾ ഇതേപോലെയായിരിക്കും ഓരോ ലേഡീസിനും. പിന്നെ പ്രസവ വേദന ചിലർക്കൊക്കെ ശക്തമായിട്ട് കുറേ ദിവസം, 2 ദിവസം, 1 ദിവസമൊക്കെ പ്രസവവേദന അനുഭവിക്കുന്നവരുണ്ട്. ചിലർക്ക് പ്രസവം വേദന വരുന്നതും പ്രസവിക്കുന്നതും കഴിയുന്നതും കാണാം. ഒരമ്മയായ എൻ്റെയൊക്കെ അവസ്ഥ പറഞ്ഞാൽ ഞാനൊക്കെ 1 ദിവസം ഫുള്ളും വേദന അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ആയിക്കൊള്ളണമെന്നില്ല. അവർ പറഞ്ഞു, ഈ പീരീഡ്സിൻ്റെ വേദന കണ്ടപ്പോൾ അവരാലോചിച്ചും പോലും ഈ വേദന അനുഭവിക്കാൻ കഴിയാത്ത ഇവരെങ്ങനെ പ്രസവ വേദന അനുഭവിക്കുമെന്ന്. ദൈവം എന്ന് പറയുന്ന ഒരാൾ നമുക്ക് മറവി തന്നിരിക്കുന്നത് എന്തിനാണ്? നമ്മളിപ്പോൾ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചു, നമ്മളവർ കാലാകാലം അവരെ ഓർത്തുകൊണ്ട് കരഞ്ഞിരിക്കാറില്ല. നമുക്ക് ദൈവം മറവി തരുന്നുണ്ട്. ആ മറവിയിലൂടെയാണ് നമ്മൾ റിക്കവർ ചെയ്ത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ഓർക്കും, നമ്മളെപ്പോഴും ഓർക്കില്ല എന്നല്ല. പക്ഷേ ഈ പറഞ്ഞത് പൊട്ടത്തരമാണ്. ഇതിപ്പോൾ നമ്മുടെ അഖിൽമാരാർ പറഞ്ഞതിനും കേട്ട് അപ്പുറമായിപ്പോയി. അഖിൽമാരാർ പറഞ്ഞു അതൊരു ആസ്വാദനമാണ്, പ്രസവിച്ച അവിടെ പോയിട്ട് നെല്ലിടിച്ചു, അരിയിടിച്ചു, പിന്നെ പാത്രം കഴുകി ചോറ് വെച്ചു എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയത്. ഈ സീമ ചേച്ചിക്ക് ചിലപ്പോൾ വേദന വന്ന് പിന്നെ പീരീഡ്സിൻ്റെ വേദന പോലെ തന്നെ അനുഭവിക്കാനുള്ള കഴിവ് പ്രസവ സമയത്ത് ഉണ്ടായിന്ന് വരും. ചില ആളുകൾക്ക് പീരീഡ്സിൻ്റെ വേദന സഹിക്കാൻ പറ്റും, പക്ഷെ പ്രസവ വേദന സഹിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ശക്തമായിട്ടുള്ള, നമ്മൾ ഒരു ജീവൻ കൊടുത്ത് മറ്റൊരു പുതുജീവൻ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അല്ലേ? ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്ന് പറയുന്നത് നമ്മളുടെ ജീവൻ ശ്വാസവും എല്ലാം കൊടുത്തിട്ട് നമ്മൾ ആ കുഞ്ഞിനെ നമ്മൾ ഇങ്ങോട്ട് മറ്റൊരു കരങ്ങളിലേക്ക് വയ്ക്കുന്നത്. അതുപോലെയാണോ ഈ പീരീഡ്സ് നമുക്കൊരു പിന്നെ എന്താ പറയുക, നമ്മുടെ മാസത്തിൽ നമ്മുടെ ഗർഭപാത്രം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റേതായ ഒരു പ്രോസസ്സിങ് നടക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ചിലർക്ക് വിശപ്പുണ്ടാവില്ല, ചിലർക്ക് ദാഹം ഉണ്ടാവില്ല, ചിലർക്ക് അമിതമായ ദാഹമായിരിക്കും, അമിതമായ വിശപ്പായിരിക്കും. ഇവരും പെണ്ണ് തന്നെയല്ലേ? ഈ പീരീഡ്സിൻ്റെ വേദന സഹിക്കാൻ പറ്റാത്തവർ പ്രസവ വേദന സഹിക്കുകയാണ്.
ഇപ്പോഴത്തെ കാലത്ത് പ്രസവം കുറവല്ലേ, അതിനും സിസേറിയനല്ലേ. അപ്പോൾ എൻ്റെ പൊന്നു ചേച്ചി, ഇങ്ങനത്തെ വിഡിത്തരങ്ങളൊന്നും ആരോടും പറയാതിരിക്കുക. ഏത് ഇൻ്റർവ്യൂവിലാണ് അവന് സെലിബ്രേഷൻ ആയിരിക്കാം, പക്ഷെ അത് പറയുന്നത് മാന്യമായ രീതിക്ക് പറയാം. പ്രസവവേദന പോലെ അല്ല കേട്ടോ പിന്നെ പീരീഡ്സിൻ്റെ വേദന, രണ്ടും കുറച്ചൊക്കെ വ്യത്യസ്തത ഉണ്ട്. അത് ആദ്യം മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ.